സ്കൂളുകൾ തുടങ്ങുക എന്ന് പറയുന്നത് മാത്രമാണോ ഈ ഒരു രംഗത്തെ ഒരു ബിസിനസ് സാധ്യത എന്ന് പറയുന്നത്? ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ ഗ്രാജുവേഷനോ BEd എടുത്തിട്ടോ BEd എടുക്കാതെയോ സ്കൂളിന് തുല്യമായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ആയിരുന്നാലും പല പ്രദേശങ്ങളെയും പല പേരിൽ അറിയപ്പെടുന്ന ചേരി പ്രദേശങ്ങളുണ്ട്. ഈ ചേരി പ്രദേശങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് അവരെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വലിയ മനസ്സുള്ള ഉടമകൾ നടത്തുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഒന്നാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, പീസ് ഇന്ത്യ അല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഒരു കാലമാണ്. അടുത്തൊരു 10-20 വർഷം കഴിയുമ്പോഴേക്കും റോബോട്ടുകളൊക്കെ ക്ലാസ് എടുക്കുകയും ടീച്ചർമാരുടെ പ്രാധാന്യം ഇല്ലാണ്ടായി പോവുകയും ചെയ്യുന്ന ഒരു കാലം വരുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും. ഇപ്പൊ എല്ലാവരും AI എന്ന് പറയുന്നത് വളരെ ഭയങ്കര അഭിമാനത്തോടെ അത് പറയുന്നുണ്ട്. പക്ഷെ 10 വർഷങ്ങൾക്ക് മുമ്പ് അത് അറിയുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെല്ലാവരും പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് പഠിക്കണം. ആ AI പഠിക്കാത്തവർ അവർക്ക് ജോലിയില്ലാതാവും. ഞങ്ങളുടെ 100% ടീച്ചേഴ്സിനും ഓഫീസ് സ്റ്റാഫിനും മുഴുവൻ പേരെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിച്ചു. നമ്മൾ പഴയതുപോലെ ടീച്ചേഴ്സ് ആരും ക്ലർക്കൽ വർക്കല്ല ചെയ്യുന്നത്. ടീച്ചേഴ്സ് വന്നിരുന്ന് മുഴുവൻ ഇതിങ്ങനെ ഇരുന്ന് ലെസൺ പ്ലാൻ എഴുതുക, നോട്ട്ബുക്ക് മുഴുവൻ എഴുതുക, ഇതെല്ലാം മാറി. ഇനി ഒരു അടുത്ത അതിനകത്തൊരു ബിസിനസ് സാധ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റി. രാജ്യത്തൊട്ടാകെ എടുത്തു കഴിഞ്ഞാൽ 55-60% എഞ്ചിനീയറിംഗ് കോളേജുകളാണ് പൂട്ടിക്കഴിഞ്ഞത്. 80-കളിലാണ് യഥാർത്ഥത്തിൽ തൈവാനിലും ഫിൻലൻഡിലും ഒക്കെ നോക്കിയുടെ ഫോൺ മാനുഫാക്ചർ ചെയ്തത്. ഇവിടെ അന്ന് എന്താണ് ചിപ്പ് എന്ന് ചോദിച്ചാൽ ചിപ്സേ അറിയാം. സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് അറിയത്തില്ല. ഉണ്ടായിരുന്ന കോഴ്സിന് തന്നെ അവർക്ക് ജോലി സാധ്യതകൾ നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കോളേജുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പോലും വലിയ ഭീഷണി നേരിടുകയാണ്. ഈ അടുത്ത കാലത്ത് പുതുതായിട്ട് ആരംഭിച്ച കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകൾ, അത് ഭീഷണി നേരിടുകയാണ്. MITയോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡോ കേംബ്രിഡ്ജോ ഹാർവാർഡോ അതുപോലുള്ള യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കുന്ന സിലബസിന് എന്ന് വാല്യൂ ഉണ്ട്. അത്തരം സിലബസ് ഉള്ള ഒരു കോളേജിന്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ നമുക്ക് തുടങ്ങിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ കുട്ടികൾ പുറത്തോട്ട് പോകില്ല. നമ്മൾ ഡ്രെയിനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് 10-40 വർഷവും 10-20 വർഷവും ഡ്രെയിൻ എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ചിലർക്ക് അറിയ പോലും ഇല്ല എന്താണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, സാമ്പത്തിക അടിത്തറ വേണം. അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണം മക്കളെ വിദ്യാഭ്യാസം നൽകേണ്ടത്. അല്ലാതെ എല്ലാ കാലവും ഇങ്ങനെ പഠിച്ച് ഡോക്ടറേറ്റും നേടി, ഡബിൾ ഡോക്ടറേറ്റ്, ട്രിപ്പിൾ ഡോക്ടറേറ്റും നേടി ജീവിതത്തിൽ ഒരു ഉപകാരം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. സത്യമാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മൾ പലരും പലതരത്തിലുള്ള ബിസിനസ്സുകൾ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷെ ചിലരുണ്ടാവും വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്കൊരു എഡ്യൂക്കേഷണൽ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമായിരുന്നു, എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്ത ഒരു ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷേ എഡ്യൂക്കേഷനെ ഒരു ബിസിനസ്സായിട്ട് എങ്ങനെ വളർത്താൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ടോ, അത് നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും ഒപ്പം ഒരു സംരംഭകനുമായ ശ്രീ ജ്യോതിഷ് ചന്ദ്രൻ സാറാണ് കൂടെ ഉള്ളത്. സർ, വെൽക്കം. ഒരുപാട് പേർക്കുള്ള സംശയമാണ്, വിദ്യാഭ്യാസം ഒരു ബിസിനസ് ആണോ സത്യത്തിൽ? എന്തായിരിക്കും സാറ് വളരെ പ്ലെയിൻ ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ? ആണ് അല്ലേ? പലപ്പോഴും എല്ലാവരും അല്ല, തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കച്ചവടം അല്ല എന്ന് പറയുമെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഏത് ബിസിനസ്സിലെ പോലെ അല്ലേ? ആ പ്രോഫിറ്റ് ഒരു CBSE സ്കൂളോ അല്ലെങ്കിൽ മറ്റേ അൺഎയ്ഡഡ് സ്കൂളോ ആകുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതുണ്ട്. എന്ന് കരുതിയിട്ട് മാറ്റാതിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ചെലവ് നടക്കണമല്ലോ. അപ്പൊ അത് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അതല്ലാതെ നമുക്ക് അതിനകത്ത് നിന്ന് വരുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ആ അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്ന ഇൻകം റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അത് ഗ്രോ ചെയ്യുള്ളൂ. ഒരു ചെറിയ സ്കൂൾ തുടങ്ങുന്നതിന്, ഒരു LKG തുടങ്ങുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ചെയ്ത് തുടങ്ങേണ്ടത്? ആദ്യമായിട്ട് വാസ്തവത്തിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടൊരു ലൊക്കേഷൻ ഒരു കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ ഒരു നല്ലൊരു അവിടെ തന്നെ ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ആയിട്ടൊരു സംവിധാനം, അത് സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ്, അല്ലാതെ ചെറിയ മുറികളല്ല. കുടിസ് മുറികളായിട്ടുള്ളവയിൽ ഒരിക്കലും ഒരു സ്കൂള് റൺ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ അങ്ങനെ അവരെ ഒരു പഠന സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഒരിക്കലും കുട്ടികൾക്ക് ഇഷ്ടമാകില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിശാലമായ മുറികളുള്ള ഒരു വീട് ഐഡിയൽ ലൊക്കേഷൻ. അതിന് പുറമേ യഥാർത്ഥത്തിൽ കളിസ്ഥലം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കളിസ്ഥലത്തിനുള്ളൊരു ഒരു സൗകര്യവും കൂടി ആ വീടിനോടനുബന്ധിച്ച് വേണം. ഒരിക്കലും ഒരു ഇത് തുടങ്ങുന്നത് 2ാം നിലയിലാവരുത്.
അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ അന്വേഷിച്ച് നടക്കുമ്പോഴേക്കും കണ്ടെത്തി കിട്ടുന്ന വീട് 2ാം നിലയോ ഫ്ലാറ്റിലെ 3ാം നിലയോ ആകരുത്. അങ്ങനെ ആയാൽ അവിടെ ആരും കുഞ്ഞുങ്ങളെ വിടില്ല. കാരണം കുഞ്ഞുങ്ങൾക്കൊരു ഫ്ലാറ്റിൽ വളരുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കൊരു സ്കൂൾ അന്തരീക്ഷം, അന്തരീക്ഷം വേണം. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പേപ്പർക്ക് ഇതിനകത്തുണ്ട്, എന്നാലും പറയാമോന്ന് പോലും എനിക്കറിയില്ല. കേരളത്തിൽ കിൻഡർ ഗാർഡനുകൾക്ക് വാസ്തവത്തിൽ അങ്ങനെ ലൈസൻസ് ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നീ ലൈസൻസ് വേണ്ടെന്നല്ല, അതാത് പ്രദേശത്തെ റവന്യൂ ഓഫീസേഴ്സ്, പഞ്ചായത്താവാം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ്, അതുപോലുള്ള പ്രധാനമായിട്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇതുപോലുള്ള ഓഫീസുകളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ സ്ഥാപനം തുടങ്ങുന്നതിന് അനുമതി വാങ്ങണം. പക്ഷേ ഈ അനുമതിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോമാറ്റ് കേരള സർക്കാരിന് എന്തുകൊണ്ടോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെ പലയിടത്തും ഇത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വളരെയേറെ ആ ബിൽഡിങ്ങിന് സ്വാഭാവികമായിട്ടും കൊമേഴ്സ്യൽ ലൈസൻസ് എടുക്കണം, കൊമേഴ്സ്യൽ എഡ്യൂക്കേഷൻ ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പേപ്പർ വർക്കുണ്ട്. അത്തരത്തിലുള്ള വർക്ക് ഇതെല്ലാം ചെയ്ത് ഏറ്റവും നല്ല ഈ പറഞ്ഞ സുരക്ഷിതമായ അന്തരീക്ഷം. കാരണം അടുത്തുള്ള വീടുകളിൽ വേറെ ഡോഗ്സ് കാണാൻ പാടില്ല, മറ്റ് അനിമൽസ് കാണാൻ പാടില്ല, അതല്ലെങ്കിൽ വേറെ ഒരു ഹൈജീനിക് ആയിട്ടുള്ളൊരു ഇതായിരിക്കണം, ഫൗൾ സ്മെല്ലുണ്ടാകാൻ പാടില്ല. ഇതെല്ലാം വീട് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം, അല്ലെങ്കിൽ അതൊരു റെസിഡൻഷ്യലായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയുള്ള സ്കൂളിന് അനുയോജ്യമായൊരു സ്ഥലം കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു ലാൻഡ് തന്നെ നമുക്ക് ഒരു 40 to 50 സെൻസ് അല്ലെങ്കിൽ മിനിമം 35 സെൻസ് എങ്കിലും അത്രയുള്ളൊരു ഏരിയയിലുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്നത് പോലെ ആ സ്കൂളിന് അനുയോജ്യമായ ഒരു പ്രൈമറി സ്കൂൾ കിൻഡർഗാർട്ടൻ നടത്താനുള്ള സൗകര്യങ്ങൾ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാക്കുക. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്ലേ എക്യുപ്മെൻറ്റ്സ്, ഇൻഡോർ ആയിട്ടുള്ളതും ഔട്ട്ഡോർ ആയിട്ടുള്ളതും കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള, കുട്ടികൾക്ക് വെറുതെ ഇങ്ങനെ കാണുമ്പോഴേക്കും കൗതുകം തോന്നിയാൽ മാത്രം പോരാ, അതിനകത്ത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് രസകരമായിട്ട് അതിൽ കളിക്കാനും അത് ഇൻഡോറിലായിരുന്നാലും ഔട്ട്ഡോറിലായിരുന്നാലും ഇതെല്ലാം തന്നെ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്കൊരു പുതുമ ഉണ്ടാവണം. ഇപ്പം സാറിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ സ്കൂള് ഏത് ക്ലാസ് ആയിരുന്നു? ഞാൻ വാസ്തവത്തിൽ ആദ്യം ആരംഭിക്കുമ്പോൾ KG മാത്രം ആരംഭിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അത് ഗ്രാജുവലി 4th വരെ ഒരുമിച്ച് തുടങ്ങി. 2ാമത്തെ വർഷം അത് 7th തുടങ്ങി കഴക്കൂട്ടത്ത്. അതേസമയത്ത് ആറ്റിങ്ങിലാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് തന്നെ 8th വരെ തുടങ്ങേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. കാരണം നമുക്ക് ആ റെപ്യൂട്ടേഷൻ, ജ്യോതിസ് എന്ന് പറയുന്നൊരു ഗുഡ് വിൽ ബ്രാൻഡ് നെയിം ഉണ്ടായിരുന്നത് കൊണ്ട് അത് വി ആർ ഫോഴ്സ്ഡ് ടു സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. മനസ്സിലായി. അപ്പോൾ സാർ ആദ്യമായിട്ട് അനുഭവിച്ച ഒരു സ്ട്രഗിൾ എന്തായിരുന്നു? ഒരു സ്കൂൾ തുടങ്ങണം അല്ലെങ്കിൽ ഒരു KG ക്ലാസ് തുടങ്ങണമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഫേസ് ചെയ്തത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒന്ന്. അത് നമുക്ക് ഇന്റേണലി ചെയ്യാം. ബട്ട് എക്സ്റ്റേണലി വരുമ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ നമുക്കൊരു വാഹനം വേണമല്ലോ. അതെ. അപ്പോൾ സ്കൂളിന് വെഹിക്കിൾ എടുത്തിട്ട്, സ്കൂൾ ബസ് എടുത്ത് അതിന് നമുക്ക് കുട്ടികളെ എടുക്കാനായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും പെർമിറ്റ് കിട്ടണം. അതിന് പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാത് സ്ഥലങ്ങളിലെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ തദ്ദേശ സ്ഥാപനങ്ങൾ ഏതാണോ ആ സ്ഥാപനങ്ങളെ അപ്രോച്ച് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ലൈസൻസ് കിട്ടണം. ആ ലൈസൻസിൻ്റെ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സിനുള്ള പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ബസ് തന്നെ ഒരു കമ്പനിയിൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ബസ് കിട്ടുള്ളൂ. അതല്ല പുറത്തൊരു ബസ് എടുത്തു കഴിഞ്ഞാൽ ബസ് നമുക്ക് RT ഓഫീസിൽ കൊണ്ടുപോയി നെയിം ചേഞ്ച് ചെയ്ത് നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ ബസ് നമുക്ക് പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് അടയ്ക്കണമെങ്കിൽ അതിൻ്റെ ബാക്കി വേറെ വലിയ പണികളുണ്ട്. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്കൂൾ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് സ്ഥലത്തെ ഈ പറഞ്ഞ ഓഫീസിൽ നിന്ന് നമുക്ക് അനുമതി പത്രം കിട്ടണം. നമുക്ക് വാസ്തവത്തിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഫിലിയേഷനിലേക്ക് പോകുമ്പോഴേക്കുമാണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ NOC വേണ്ടി വരുന്നത്. ആ NOC എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ കേരള സംസ്ഥാനത്തായാലും തമിഴ്നാട്ടിലായിരുന്നാലും രാജ്യത്തൊട്ടാകെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും CBSE അഫിലിയേഷൻ കിട്ടാൻ നമുക്ക് വേണ്ടി വരുന്ന ബുദ്ധിമുട്ടിനേക്കാളും എത്രയോ മടങ്ങാണ് സംസ്ഥാന സർക്കാരുകളിൽ നിന്ന്. പലപ്പോഴും കേരളത്തിലുള്ളവർ വിചാരിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രയാസമെന്ന്. ഇതിനേക്കാളും പ്രയാസമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും. അപ്പോൾ അതായത് സംസ്ഥാന സർക്കാരുകൾ, അത് ഭരിക്കുന്നവർ ഏത് പാർട്ടി എന്നുള്ളതല്ല, അത് മാത്രമല്ല വാസ്തവത്തിൽ ഇതെല്ലാം നോംസും പാലിക്കണമെന്ന് തന്നെയാണ്. അതല്ലാതെ അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്ത് വയലേഷൻ നടത്തി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടിലൂടെ കൊടുക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതുകൊണ്ട് NOC കിട്ടുക എന്ന് പറയുന്നതിനകത്ത് മിനിമം 2 ഏക്കർ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ
ഏരിയ മീൻസ് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2 ഏക്കറല്ല 3 ഏക്കർ വേണ്ടി വരും. അതല്ല മിനിമം 2 ഏക്കർ ഒരുമിച്ച് വേണം. അതിനടുത്ത് എവിടെയെങ്കിലും 1 ഏക്കർ കളിസ്ഥലമായിട്ട് കാണിക്കണം. അത് മെട്രോപൊളിറ്റൻ സിറ്റീസ് ആകുമ്പോൾ 1.5 ഏക്കർ ആയിരുന്നാലും മതിയാവും. ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ മിനിമം 2 ഏക്കർ വേണം. ആ 2 ഏക്കർ സ്ഥലം ഒരുമിച്ച് തന്നെ സിംഗിൾ പ്ലോട്ട് സർട്ടിഫിക്കറ്റ് വരെ വേണ്ടി വരും. അല്ല, ഇപ്പൊ സാറ് ആക്ച്വലി ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നത് ഏത് വർഷമായിരുന്നു? 93 KRNA മിനിസ്ട്രി വരുന്ന സമയത്ത്, അന്ന് പബ്ലിക് സ്കൂൾ അനുവദിക്കുന്ന സമയത്ത് അന്നത്തെ MLA ആയിരുന്ന, ഇപ്പൊ വീണ്ടും മത്സരിക്കുന്ന ഒരു MLA ആണ് എന്നോട് ഇത് നിർദ്ദേശിച്ചത്. എൻ്റെ വൈഫിനന്ന് B.Ed ഉണ്ടായിരുന്നുകൊണ്ട് സ്കൂളുകൾ. അത് കഴിഞ്ഞ പക്ഷേ ഞാൻ ആരംഭിച്ചത് 10 വർഷത്തിന് ശേഷം 2003 അതെന്തുകൊണ്ടാണ് ആ ഐഡിയ മനസ്സിലിട്ട് വളർത്തേണ്ടി വന്ന സമയമാണോ, അതോ അതല്ല ഇതിന് പുറകെ നടന്ന് കുറെ സമയം കളയേണ്ടി വന്നു? മനസ്സിലിട്ട് വളർത്തേണ്ടത് കൂടി ആവശ്യമായിരുന്നു. ബിക്കോസ് എനിക്ക് അന്ന് പ്രായം 30 വയസ്സായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം, കടകൾ മറ്റെന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് ഏജൊന്നും ഒരു വലിയ ഫാക്ടറല്ല. ഒരു സ്കൂളായിട്ട് പ്രൈമറി സ്കൂൾ തുടങ്ങാനും കിൻഡർ ഗാർഡൻ നടത്താനും ഏജ് ഒരു ഫാക്ടറല്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് സ്കൂളിനെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏജ് ഒരു 35 to 45 അകത്തുള്ളൊരു ഏജ് വേണമെന്നുള്ളത് ഉള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുക. നമുക്ക് ഫണ്ട് കണ്ടെത്താനൊക്കെ പറ്റും, പക്ഷേ സ്റ്റെബിലിറ്റി വേണം. നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം കിട്ടും, പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. നമുക്ക് ഇന്നും ഇങ്ങനെ ഫണ്ടിന്റെ ആവശ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ബേസ് ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ബിസിനസ് ആരംഭിച്ചത്. ആദ്യം ആ ബിസിനസ് ആരംഭിച്ച് ഞാനൊരു ക്യാഷ് റൊട്ടേഷൻ, ക്യാഷ് ഫ്ലോ വരുത്തി നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ള ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യഥാർത്ഥ ഡെയിലി പേയ്മെന്റ്, അവിടെ ക്യാഷ് വരും. ഡെയിലി എക്സ്പെൻഡിച്ചറും ഉണ്ടെങ്കിലും അത്യാവശ്യം വരും. അപ്പോൾ ക്യാഷ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു പ്രധാന കാര്യമാണ്. അതിനുശേഷം ഇത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചത് ഏത് വർഷമായിരുന്നു? 2003 ഇത് യാഥാർത്ഥ്യമായി. 2003 പ്രൈമറി KG ക്ലാസ് തുടങ്ങി. 2004 ഞാൻ ഒറ്റയടിക്ക് ഈ 4th വരെയുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. 2004-05 സക്സസ് ആയപ്പോൾ 2005-06 ആയപ്പോൾ വീണ്ടും 7th വരെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഗ്രോ ചെയ്യാൻ കഴിഞ്ഞു. ബിക്കോസ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പബ്ലിക് അത്രത്തോളം സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. പാരൻസ് അത്രത്തോളം കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് വരാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതിൻ്റെ പരിണതഫലമായിട്ടാണ് ഞാൻ വീണ്ടും അതൊരു 14 വർഷം നടത്തി 2018 എത്തുമ്പോൾ എനിക്ക് ആറ്റിങ്ങിൽ വന്നും വർക്കലയിൽ എത്തിയൊരു പുതിയ പഴയ സ്കൂൾ വാങ്ങിയും പെട്ടെന്ന് അവയെ ഡെവലപ്പ് ചെയ്ത് 2 സ്കൂളുകളെ സീനിയർ സെക്കൻഡറി ആകാനും കഴിഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഒരു തുടങ്ങുന്നയാൾക്ക് ഒന്നുകിൽ അവർ KG മാത്രം നിർത്തുക, അതിന് മുകളിലോട്ട് പോകാതിരിക്കുക. അഥവാ അതിനോട് മുകളിലോട്ട് പോയാലും ഫസ്റ്റ് സെക്കൻഡോടെ തുടങ്ങുക. അതും ഒരു 4-5 വർഷം നടത്തി കഴിഞ്ഞിട്ട് വേണ്ടി വന്നാൽ 4th വരെ ആകാം എന്നല്ലാതെ അതിന് മുകളിലോട്ട് ഒരിക്കലും ഒരു പ്രൈമറി ക്ലാസ്സുകൾ ആരംഭിക്കുന്നൊരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് വിദ്യാഭ്യാസ രംഗത്ത് ബിസിനസ് ലക്ഷ്യത്തോടു കൂടി വരുന്ന ഒരാൾ ചെയ്യാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് സാർ? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ കുട്ടികൾ സസ്റ്റെയിൻ ചെയ്യില്ല. കാരണം കുട്ടികൾക്ക് അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് 5, 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പാരൻസ് വിടില്ല. കാരണം അവർക്കിത് കഴിഞ്ഞ് ഇപ്പം പഴയതുപോലെയല്ല. കാരണം ഇപ്പം സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട് സ്റ്റേറ്റിൻ്റെ. ആ സമ്പൂർണ്ണ എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്കൂളിന് NOC വേണം. NOC വേണം. സ്കൂളിൻ്റെ മറ്റ് ഈ പറഞ്ഞതുപോലെ മാഡം തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുപോലുള്ള ലൈസൻസ് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പല വകുപ്പുകളുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫുഡിൻ്റെ ഇതുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഹെൽത്തിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹെൽത്തിൻ്റെ എല്ലാം ഉണ്ട്. നമ്മളവിടെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഫുഡ് ലൈസൻസ് വേണം. എല്ലാ കാര്യങ്ങളും വേണം. എല്ലാ ലൈസൻസുകളും അതാത് അതോറിറ്റീസിൽ നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ സ്വാഭാവികമായിട്ടും നമുക്ക് DO ഓഫീസിൽ അല്ലെങ്കിൽ DPIയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നമ്മുടെ ആ പർട്ടിക്കുലർ സ്കൂൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഈ കുട്ടികളുടെ പേര് ആ സമ്പൂർണ്ണയിൽ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പോർട്ടലുണ്ടാവില്ല. അവിടെ കോഡ് നമ്പർ അനുവദിച്ച് തരേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾക്കത് ഓപ്പൺ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ തരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുമാണ്, CBSE സ്കൂളാണെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യഥാർത്ഥത്തിൽ എൻ്റെ സ്റ്റുഡൻസിന് ഗേൾസ് വേറെ ബോയ്സ് വേറെ ആയിട്ടും മാത്രവുമല്ല അതിനകത്ത് വേറെയും പല കാര്യങ്ങളുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കുട്ടികളുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എത്ര പേര് അവർ ഗേളാണെങ്കിൽ ബോയ് ആണെങ്കിൽ, അതുപോലെ തന്നെ ST സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതല്ലാതെ സ്കൂളിലെ സ്റ്റാഫ്, ലേഡി സ്റ്റാഫ് എത്ര, ജെൻ സ്റ്റാഫ് എത്ര, ടീച്ചേഴ്സ് എത്ര, അവരുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്,
എല്ലാം തന്നെ അത് CT പാസ്സായിട്ടുണ്ടോ, KTET പാസ്, ടെറ്റുണ്ടോ, സെറ്റ്, ഇതെല്ലാം അവരുടെ ബേസിക് ക്വാളിഫിക്കേഷനും അഡീഷണലായിട്ട് നേടിയിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും തന്നെ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇത് എല്ലാ വർഷവും ചെയ്യും വേണം, ഒരു വർഷം പോലെ. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ നമുക്ക് എന്ത് വേണം, ഈ ഒരു ഡേയ്സ് കോഡ് വേണം. ആ ഡേയ്സ് കോഡ് ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് പിന്നീട് TC കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ TC ഇല്ലെങ്കിലും സ്കൂളുകളിൽ അഡ്മിറ്റ് ചെയ്യാം ഉള്ള പ്രൊവിഷൻ ഇപ്പോൾ 7th സ്റ്റാൻഡേർഡ് വരെയോ 8th സ്റ്റാൻഡേർഡ് വരെയോ ഗവൺമെൻറ് സ്കൂളുകളിൽ ചേർത്താലോ അല്ലെങ്കിൽ മറ്റ് അംഗീകാരമുള്ള അഫിലിയേഷനുള്ള CBSEയോ അല്ലെങ്കിൽ ICSEയോ സ്റ്റേറ്റ് ബോർഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലോ കുട്ടികളെ മാറ്റി ചേർക്കാൻ കഴിയും. പക്ഷേ അതിന് മുൻപ് വരെ പഠിച്ചിരുന്നതിൻ്റെ യാതൊരു പ്രൂഫും ഇവർക്ക് ഹാജരാക്കാനില്ല. ആ വേറെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന TC അവർ TCയൊക്കെ കൊടുക്കും, പക്ഷെ ആ TCക്ക് വാലിഡിറ്റി ഇല്ല. എന്നാൽ അവർക്ക് ഏജ് പ്രൂഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവരുടെ 7th നിന്ന് 8th ഒരു കുട്ടി വരുന്നു, അല്ലെങ്കിൽ 4th നിന്ന് 5th ഒരു കുട്ടി വരുന്നു, ആ കുട്ടിയുടെ അതുവരെയുള്ള നോളജ് അസസ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എലിജിബിൾ ആണെന്ന് കണ്ടാൽ അഡ്മിഷൻ കൊടുക്കാം. അങ്ങനെ കൊടുത്ത് പഠിപ്പിക്കാം. പക്ഷേ ഈ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നൊരു കാര്യം രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കാരണം ഈ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട അധ്യാപകർക്ക് എല്ലാ വർഷങ്ങളിലും ഈ പ്രത്യേകിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം അധ്യാപകർക്ക് വർഷം തോറും അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കാലോചിതമായി മാറിക്കൊണ്ടിരിക്കുന്ന അധ്യാപകന രീതി, പഠന രീതി മാത്രമല്ല മറ്റ് പരീക്ഷാ സമ്പ്രദായത്തിലുള്ള മാറ്റം, ഇതെല്ലാം തന്നെ ട്രെയിനിങ് സെഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് CBSE. അതിന് ട്രെയിനിങ്ങിന് അവർ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയും. അതിൽ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, റിസോഴ്സ് പേഴ്സൺസ്, TOTs അഥവാ ട്രെയിനേഴ്സ് ഓഫ് ട്രെയിനീസ് എന്ന് പറയും. ഇത് ട്രെയിനേഴ്സ് ഓഫ് ട്രെയിനീസിനെ എല്ലാ വർഷവും CBSE പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TTSൻ്റെ നിന്ന് ഏറ്റവും മിടുക്കരായ ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സിനെയും ക്ലാസ് കൊടുക്കുകയാണ്. ഇവരെല്ലാം തന്നെ മറ്റ് സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും വർഷത്തിലൊരു 4-5 ദിവസം ഇതുപോലെ വർക്ക്ഷോപ്പായിട്ട് TTS വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും. ഈ സർട്ടിഫിക്കറ്റ് CBSEയുടെ OYASൽ അപ്ലോഡ് ചെയ്യണം. OYAS എന്ന് പറഞ്ഞ മറ്റൊരു പോർട്ടലുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് 9th രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, 11th രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ എല്ലാം രജിസ്ട്രേഷന് ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പല പേപ്പേഴ്സും സ്കൂളിൻ്റെ പേരിൽ TTSൻ്റെ പേരിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് LOC എന്ന് പറയും, ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. ആ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഒരു വർഷം 50 കുട്ടികൾ 9th എഴുതുന്നു, 10th എഴുതാൻ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ 120 കുട്ടികളുണ്ട്. ആ 118 കുട്ടികളെ രജിസ്റ്റർ ചെയ്യണം. ആ LOC ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിന് മുൻപുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഫില്ല് ചെയ്യണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കുട്ടികളി അല്ല അല്ലേ? ആ ബിസിനസ് ഒട്ടും ഒരു കുട്ടികളില്ലാത്തൊരു ബിസിനസ്സാണ്. ഒരു കുട്ടികളിയേ അല്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, മാനസിക അധ്വാനമുണ്ട്, ശാരീരികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ളതും അല്ല. തീർച്ചയായിട്ടും അതിനകത്ത് സാമ്പത്തികവും ഉണ്ട്, മാനസികമായിട്ടുള്ളതും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. ആ നൂലാമാലകൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് ഇറങ്ങാവൂ. അതല്ലെങ്കിൽ വളരെ സിമ്പിളാണ് LKG UKG മാത്രം നടത്തിപ്പോവുക. അതിനുള്ള pre-KG LKG UKG നടത്തിക്കൊണ്ട് പോകുന്നതിന് ഈ പറഞ്ഞതുപോലെ ലൈസൻസ് ഏരിയയിലെ ലൈസൻസിന്റെ മാത്രം ആവശ്യം വരുന്നുള്ളൂ അല്ലേ? അത് കംഫർട്ടബിൾ ആണ്. അതല്ലാതെ മുകളിലോട്ടുള്ള ക്ലാസ്സുകൾ വർഷങ്ങളായിട്ട് 4-5 പതിറ്റാണ്ടുകളായിട്ട് നമ്മളിവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിൻഡർ ഗാർഡൻ വന്നതിന് 3 പതിറ്റാണ്ടേ ആവുള്ളൂ. ആ കാലം മുതൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഈ രീതിയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടികൾ നേരിടേണ്ടി വരും അല്ലേ? ഇതുപോലെ സാറേ, എനിക്കറിയാവുന്ന കുറച്ച് കുട്ടികൾ അവരുടെയൊക്കെ വീട്ടിൽ ഹോം സ്കൂളിംഗ് ആണ്. ആ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നില്ല, കുട്ടികളുടെ അച്ഛനോ അമ്മയോ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം 10th ക്ലാസ്സിൽ എന്തോ ഒരു എക്സാം എഴുതി കോമൺ ആയിട്ട് കയറുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബാല്യ കാലഘട്ടത്തിൽ എന്താണ് നഷ്ടമാകുന്നത്? കാരണം സ്കൂളിലേക്കേ വരുന്നില്ലല്ലോ. അതെ,
തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് നഷ്ടമുണ്ടെന്ന് പറയേണ്ടി വരും. അത് ദാറ്റ് ഡിപ്പെൻസ്, ഓരോ പാരൻസിന്റെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചാവാം. ഇപ്പം നമ്മുടെ രാജകുടുംബങ്ങളിൽ പണ്ടൊക്കെ ഞാനൊക്കെ തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് അടുത്ത ബന്ധവും പരിചയവും ഒക്കെ ഉള്ളതുകൊണ്ട് അറിയാം. അവിടുത്തെ ഓരോ രാജാക്കന്മാരും ഇപ്പോഴത്തെ ആദിത്യവർമ്മ ഉൾപ്പെടെ, അല്ലെങ്കിൽ വളാശ്വതി ലക്ഷ്മിബായി തമ്പുരാട്ടി, അല്ലെങ്കിൽ പാർവതി, ഇതുപോലുള്ളവരൊക്കെ തന്നെ തമ്പുരാട്ടിമാരോ അല്ലെങ്കിൽ തമ്പുരാന്മാരോ ഒക്കെ തന്നെ സ്കൂളുകളിൽ പോയി പഠിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പക്ഷേ നമ്മൾ മറ്റ് വിദ്യാഭ്യാസം നേടി കോളേജ് ഉന്നത വിദ്യാഭ്യാസം സർക്കാർ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ നേടുന്നതിനേക്കാളുമുള്ള പാണ്ഡിത്യം അവർ നേടുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ തമ്പുരാട്ടിമാരുടെയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിൽ തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് മറ്റുള്ള വിദ്യാസമ്പന്നരെ ഒരുപാട് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, ഒരു തർക്കവുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും മാഡം ഇപ്പം സൂചിപ്പിച്ചത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും അത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിലും അത് കഴിഞ്ഞ് 12ാം ക്ലാസ്സിൽ അവർക്ക് NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ, ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ രജിസ്റ്റർ ചെയ്ത് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാം, 12ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാം. പക്ഷെ അതൊരു നല്ല രീതിയാണോ? കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു സോഷ്യലി ഉണ്ടാകുന്ന ഒരുപാട് കുട്ടികളെ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് അധ്യാപകർ പഠിപ്പിക്കുന്ന രീതികളോ അതൊക്കെ അവർക്ക് മിസ്സാവല്ലേ? അപ്പൊ അതൊരു നല്ല രീതിയാണോ? ഒരിക്കലും നല്ല രീതി അല്ല എന്നാണ് ഞാൻ ഉത്തരം നൽകേണ്ടതെങ്കിലും ഞാൻ ആ ഉത്തരം നൽകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇതെല്ലാം കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളുടെയും ഒക്കെ സാഹചര്യങ്ങൾക്ക് ആശ്രയിച്ചിരിക്കും. കാരണം ചില സെലിബ്രിറ്റീസ് ഉണ്ടാവും, അവരുടെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് ചില കൺസേൺസ് ഉണ്ടാവും. മറ്റുള്ളവരുമായിട്ട് ഇടപഴകി വളരണ്ട, ഒരു പ്രൈവസി വേണം, എൻ്റെ മകൻ ഇങ്ങനെ വളർന്നാൽ മതി, അവൻ അല്ലെ എൻ്റെ മകൾ ഇത്തരത്തിൽ പ്രൈവസിയോട് വളരണം എന്നുള്ള അവരുടെ ചില കൺസേൺസ് ഉണ്ടാവും. അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. പക്ഷെ അപ്പൊ ആ കുട്ടികൾ കൂടുതൽ ഇൻട്രോവേർട്ടുകളായി ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കല്ലേ ചെയ്യുന്നത്? മനുഷ്യനൊരു സമൂഹ ജീവിയായിട്ട് വേണ്ടേ വളരെ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് എന്ന് കരുതി അവർ സാമൂഹ്യ ജീവി ആകാതിരിക്കുന്നില്ലെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? ഞാനിത് പഠിക്കുന്നുണ്ട്. ഞാൻ യാദൃശ്യമായിട്ട് ചോദിച്ച ചോദ്യമാണ്. ആവാം, തീർച്ചയായിട്ടും എനിക്കത് കൗതുകം ഉണർത്തുന്നൊരു കാര്യമാണ്. ഞാൻ അതിന് നെഗറ്റീവായിട്ട് ആൻസർ ചെയ്യൂല. ഇല്ല അല്ലേ? എനിക്കൊരു അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ വിദ്യാഭ്യാസമാണ് നമ്മളുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളുകളാണ് നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ സ്കൂളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ് സാധാരണ പതിവ്. പക്ഷെ സാറ് എല്ലാത്തിലും പോസിറ്റീവ്സ് ഉണ്ട്, അതിൻ്റെയും പോസിറ്റീവ്സ് ആണ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതല്ല, നമുക്ക് ആരെയും നമുക്ക് ഒരിക്കലും നമുക്ക് ഇന്നതേ നമുക്കൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂട്ട്സ് എന്ന് പറയുന്ന രീതിയിൽ ഇത് ചെയ്യണം എന്ന് ഞാനിപ്പോൾ ഒരു പോഡ്കാസ്റ്റിലൂടെ ഞാൻ ഇരുന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണോ, ഞങ്ങൾ മക്കളെ വളർത്തുന്ന രീതി തെറ്റാണോ എന്ന് അവർക്കൊരു പശ്ചാത്തലം ഉണ്ടാവും. അവർ പശ്ചാത്തപിക്കാൻ പാടില്ല. കുട്ടികൾ കേട്ട് കുട്ടികളും പശ്ചാത്തപിക്കാൻ പാടില്ല. കാരണം ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ബെഡനായിരിക്കാം, കുട്ടികൾ തന്നെ, പാരൻസിൽ ആരെങ്കിലും ബെഡനാവാം, കുട്ടികൾ തന്നെ വാസ്തവത്തിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഇന്ന് നാട്ടിലല്ല ലോകത്തുണ്ട്, രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ കുട്ടികളെ വീട്ടിൽ തന്നെ ചെന്ന് ശുശ്രൂഷിക്കാനായിട്ട് വേണ്ടുന്ന എല്ലാ പരിചരണവും നൽകാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡെയിലി പോകുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നാടും ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ട്. ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. ആ കുട്ടി യഥാർത്ഥം ഞങ്ങളുടെ സ്കൂളിലെ UKGയിലേക്ക് കൊണ്ടുവന്ന് അഡ്മിഷൻ എടുത്തതാണ്. ട്വിൻസാണ്, ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. ആ ആൺകുട്ടി നോർമലാണ്, അതേസമയം ട്വിൻ സിസ്റ്റർ ഫിസിക്കലി അൺഫിറ്റാണ്, ബട്ട് മെൻ്റലി എക്സ്ട്രാ ഓർഡിനറി ആണ്. വെറും സ്റ്റേബിൾ അല്ല, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അവർക്ക് ആദ്യം പഠിച്ചിരുന്ന സ്കൂളിൽ അവരെ തുടർന്ന് പഠിപ്പിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഒരാളെ പഠിപ്പിക്കാം, ഒരാളെ പറ്റില്ല. അപ്പോൾ ഞാൻ ആ കുട്ടികളെ 2 പേരെയും ഞാൻ അഡ്മിഷൻ കൊടുത്തു. മറ്റു ചില സഹായവും അന്ന് മുതൽ ഇന്നുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആ കുട്ടി അടുത്ത വർഷം 10th-ലേക്കാണ്, 2 പേരും 10th-ലേക്കാണ്. അപ്പോൾ ആ മോളെ വാസ്തവത്തിൽ അന്ന് മുതൽ വീൽ ചെയറിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ക്ലാസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ ബസ്സിലോട്ട് കയറ്റുന്നതും ബാക്കിയെല്ലാം തന്നെ ഞങ്ങളുടെ സ്കൂളിലെ ആൻറ്റിമാരാണ്, സ്റ്റാഫാണ്. പലപ്പോഴും ആ സ്റ്റാഫിനെ നിന്ന് മാറ്റി നിർത്തി കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾ, ഗേൾസ്, പെൺകുട്ടികൾ സഹായിക്കുന്നുണ്ട്. അതൊരു ഞങ്ങൾക്ക് മറ്റു കുട്ടികളാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇതും അവരിലാണ് ലൈഫ് സ്കിൽസ്, അവരാണ് ആ വാല്യൂസ്. അവർക്ക് വലിയ സുവർണാവസരം കിട്ടുന്നു എന്നാണ് ഞാൻ
കരുതുന്നത്, അത് ആ കുട്ടികളും അവരുടെ പാരൻസും അങ്ങനെ കരുതുന്നു എന്നുള്ളതിലാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ പാരൻസ് രണ്ട് മക്കളെയും ട്വിൻസ് ആയതുകൊണ്ട് ഒരേപോലെ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. മറ്റു പല സ്കൂളുകൾക്കും അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാതെ വന്നപ്പോൾ ഞങ്ങൾ അവരെ അക്കോമഡേറ്റ് ചെയ്തു. ഇതുപോലെ ഇപ്പം 12th ഒരു കുട്ടി ഇതുപോലെ പരീക്ഷ എഴുതുന്നുണ്ട്, ഇപ്പോൾ ഒരു കുട്ടി 12th എഴുതുന്നുണ്ട്, ഇപ്പം ഈ കുട്ടി 10th ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇതിനോടകം പഠിച്ചിറങ്ങി. ഇനി ഒരുപാട് കുട്ടികൾ പഠിക്കാൻ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഇപ്പോൾ. അതല്ലാതെ എക്സ്ക്ലൂസീവ് കുറച്ച് പേരെ മാറ്റി നിർത്തി നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കില്ല, യു ആർ നോട്ട് എലിജിബിൾ ടു സ്റ്റഡി ഇൻ അവർ സ്കൂൾ എന്ന് ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു സാഹചര്യം വരാറുണ്ട്. വളരെയധികം ഓട്ടിസത്തിൻ്റെ അങ്ങനെ എക്സ്ട്രീം ലെവലിൽ ഒരു രീതിയിൽ മറ്റു കുട്ടികളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ 2nd, 3rd, 4th ഒക്കെ എത്തുമ്പോഴേക്കും പറ്റാതെ വരുമ്പോഴേക്കും അവർക്ക് അവരുടെ സ്പെഷ്യൽ സ്കൂളിലേക്ക് ആകുന്നെങ്കിൽ ചെയ്യാൻ വളരെ അപൂർവമായി പറയുന്നു. കഴിവതും പറയാതെ അവരെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് അതേ സമയത്ത് പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഞങ്ങൾക്ക് കഴക്കൂട്ടത്തോ അല്ലെങ്കിൽ സമീപപ്രദേശങ്ങളിലല്ലേ പറ്റുള്ളൂ. എറണാകുളത്തോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ എത്രയോ കുട്ടികൾ ഇങ്ങനെയുണ്ട്. അവർ സ്കൂളിൽ പോകുന്നില്ല, അവർ സ്കൂളിൽ പോകാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഓപ്പൺ സ്കൂളിൻ്റെ ആവശ്യകത ഉള്ളത്. അതുകൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് കേരള സർക്കാരിന് ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ സർക്കാരുകൾക്കും ഇങ്ങനെ സംവിധാനമുണ്ട്. ഈ സർക്കാരുകളുടെ ഈ സംവിധാനം കുറേ കൂടെ കാര്യക്ഷമമായി തുടരുകയും ഈ കുട്ടികൾക്ക് വീടുകളിൽ തന്നെ രക്ഷിതാക്കൾക്ക് പുറമെ മറ്റ് അധ്യാപകരുടെ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത് വിദ്യാഭ്യാസം അവർക്ക് വേണ്ടത് ഇതുവരെയാണോ, ഡിഗ്രി ലെവൽ വരെയാണോ, PG ലെവൽ വരെയാണോ, എത്രയോ പേര് ഡോക്ടറേറ്റ് എടുക്കുന്നു ഈ രീതിയിൽ ഉള്ള അതർലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിപ്പോൾ ഞാൻ രാജകുടുംബത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് മാഡം പെട്ടെന്ന് ആ ലെവലിലേക്ക് ചിന്തിച്ചു പോയത്. സത്യം, ഈ ഒരു ഏരിയ എന്റെ മനസ്സിലേക്ക് പോയില്ല. അതല്ല, അത് വേറൊരു നമ്മൾ അത് പണ്ടുണ്ടായിരുന്നതാണ്. അന്ന് ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ ഒരു കൂട്ടുകുടുംബത്തിലാവുമ്പോഴേക്കും അവരങ്ങ് വളർന്നോളും, പഠിച്ചോളും. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം നമുക്ക് വേറെ അല്ലാതെ ഇങ്ങനെയുള്ള ഒരുപാട് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ട്. സത്യമാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിലെ ബിസിനസ് സാധ്യതകളെ കുറിച്ചായിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ടോപ്പിക്കിലേക്ക് വരികയാണ്. സ്കൂളുകൾ തുടങ്ങുക എന്ന് പറയുന്നത് മാത്രമാണോ ഈ ഒരു രംഗത്തെ ഒരു ബിസിനസ് സാധ്യത എന്ന് പറയുന്നത്? അതല്ലാതെ മറ്റേതൊക്കെ ഏരിയാസ് ഉണ്ട് നമുക്ക് ഒരു ബിസിനസ്സായി കൊണ്ടുപോകാൻ പറ്റുന്നത്? സ്കൂളുകൾ തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് ഈ പറഞ്ഞതുപോലെ ലാൻഡ് വാങ്ങി അല്ലെങ്കിൽ ലീസിനെടുത്ത് ഒരു ബിൽഡിംഗ് ചെയ്തതൊന്നും അല്ലാതെ തന്നെയും ഓൺലൈൻ മീഡിയ ഉണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്. എത്രയോ പേർ വാസ്തവത്തിൽ ഇപ്പോൾ ഗ്രാജുവേഷനോ BEd എടുത്തിട്ടോ BEd എടുക്കാതെയോ ഒരുപാട് സ്കൂൾസ് ഇതുപോലെ ഒരുപാട് സ്കൂളിന് തുല്യമായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ എഡ്യൂക്കേഷൻ വേണ്ട പാരൻസ് അപ്രോച്ച് ചെയ്യാൻ ഇവരുടെ മെയിൽ ID മാത്രം മതി. ഈ ഒരു രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാവുന്ന ഒരു ടീച്ചേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് രാജ്യത്ത്, വളരെ പ്രമുഖമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇൻഫോസിൻ്റെ ഒക്കെ സ്ഥാപകരിൽ പലരും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വളരെ കോർപ്പറേറ്റ് ലെവലിലുള്ള ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനോട് കൂടി ഈ വളരെ നമ്മൾ ഒരുപാട് ഒഴിവാക്കപ്പെടുന്നതായിട്ട് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ചേരികളിലൊക്കെയുള്ള ഈ ചേരി പ്രദേശങ്ങളിലൊക്കെ വരുന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് അവരെ ദത്തെടുത്തു എന്ന് പറയുന്നത് പോലെ അവരെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ഓർഗനൈസേഷൻസ് ഒരു ലെവല് കഴിയുമ്പോൾ അവർക്ക് സമ്പാദിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നല്ല ഒരു എന്താ പറയുക ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ഭാവിയിൽ 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതായി കാണും. പോട്ടെ 2 തലമുറയ്ക്കെങ്കിലും ഉള്ള സമ്പാദ്യം അവർക്കുണ്ടാകും. പിന്നെ അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് സമൂഹത്തിനോട് വലിയ കടപ്പാടോടുകൂടി ഇങ്ങനെ വളരെയേറെ ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കളില്ലാത്ത, നമ്മൾ പൂർണ്ണമായും അനാഥരെന്ന് വിളിക്കേണ്ടവരായ ഇവരെല്ലാവരും വളരെ സനാഥരാക്കി എടുക്കുന്ന വലിയ മനസ്സുള്ള ഓർഗനൈസേഷൻസ്, വലിയ മനസ്സുള്ള ഉടമകൾ നടത്തുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ടീച്ചേഴ്സ് ഇന്ത്യ അല്ലേ. അപ്പോൾ അതിനകത്ത് എൻ്റെ മകൾക്ക് അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്ത് അപ്പോയിൻമെൻറ്റ് അഡ്മിഷൻ കിട്ടിയതാണ്. അവിടുന്ന് യഥാർത്ഥത്തിൽ മുംബൈയിലെ താനയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. കോവിഡ് സമയത്തായിരുന്നത് കൊണ്ട് ഞാൻ വിട്ടില്ല. കാരണം ആ സമയത്ത് പോകാൻ പറ്റുമായിരുന്നില്ല. അവിടെ ജോലി അവിടെ തന്നെ അപ്പോയിൻമെൻറ്റ്, ടീച്ചർ പോസ്റ്റിന് അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു
അച്ചീവ്മെന്റ് ആണ്. നല്ല സാലറി ഒക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. അതല്ലാതെ വെറുതെ വരുന്നതല്ല. പിന്നെ അവർക്ക് സാലറി വാങ്ങാതെ പഠിപ്പിക്കണമെന്നുള്ളവർക്ക് അതും ചെയ്യാം. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് രാജ്യത്തിനകത്തും വിദേശത്തെ പുറത്തും ഒക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൽ പഠിക്കാനായിട്ട് നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും ആശ്രയിക്കുന്നുണ്ട്. അവിടെ അവർക്ക് തരത്തിൽ സ്കൂളിംഗ് നടക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലെവൽ വരെയെങ്കിലും ആ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ഇത്തരം കുട്ടികളിൽ നിന്ന് സിവിൽ സർവീസിനെ IAS IPS പ്രൊഡ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്നതാണ് ഈ തുടങ്ങിയിരിക്കുന്നവരുടെ ലക്ഷ്യം. ഇതിനോടകം തന്നെ ആരെങ്കിലുമൊക്കെ പാസ്സായി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിത് പഠിക്കുന്നുണ്ട്, ഞാനിത് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഇത് സാറേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഒരു കാലമാണ്. നമ്മൾ പലപ്പോഴും പറയപ്പെടുന്നത് മനുഷ്യനെയൊക്കെ ഇനി റീപ്ലേസ് ചെയ്യപ്പെടും, ഇങ്ങനെ റോബോട്ടുകളൊക്കെ ആയിരിക്കും ക്ലാസ് എടുക്കുക എന്നൊക്കെ. അപ്പോൾ വരും വർഷങ്ങളിൽ, അല്ലെ അടുത്തൊരു 10-20 വർഷം കഴിയുമ്പോഴേക്കും ഇങ്ങനെ റോബോട്ടുകളൊക്കെ ക്ലാസ് എടുക്കുകയും ടീച്ചർമാരുടെ പ്രാധാന്യം ഇല്ലാണ്ടായി പോവുകയും ചെയ്യുന്ന ഒരു കാലം വരുമോ? ഒരിക്കലും ഇല്ല. ഇല്ല? ഒരിക്കലും ഇല്ല. അതെന്തുകൊണ്ടാണ്? പറയാം. വാസ്തവത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നത്തെ കാലത്തെ ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു 25 വർഷം, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വേറെ പേര് എനിക്കറിയില്ല, നമുക്ക് ആർക്കും പറഞ്ഞുകൂടാ. ഇപ്പോഴാണ് നമ്മൾ AI-യുടെ ഒരു പേര് പറയുന്നത്. AI കേൾക്കുന്നു, ഡേറ്റാ സയൻസ് കേൾക്കുന്നു, മെഷീൻ ലേണിംഗ് കേൾക്കുന്നു, ഇങ്ങനെയുള്ള പുതിയ പുതിയ പദങ്ങൾ കേൾക്കുന്നു, ടെർമിനോളജീസ് കേൾക്കുന്നു. ഈ ടെർമിനോളജി AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ഇപ്പം എല്ലാവരും AI എന്ന് പറയുന്നത് വളരെ ഭയങ്കര അഭിമാനത്തോടെ അത് പറയുന്നുണ്ട്. പക്ഷെ 10 വർഷങ്ങൾക്ക് മുമ്പ് അത് അറിയുമായിരുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അടുത്തൊരു 20 വർഷം 10-15 വർഷം മതിയാവുമായിരിക്കാം. എന്തായാലും ശരി, 2047 നമ്മുടെ 100 വർഷം തികയുന്ന ആ സന്ദർഭത്തിൽ 2050 ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും അടുത്ത പുതിയ ടെർമിനോളജീസ് വരും. അതുകൊണ്ട് അതുവരെ ഉള്ള കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ AI എന്ന് പറയുന്നത് ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെല്ലാവരും പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് പഠിക്കണം. ഓൾ ദീസ് പ്രൊഫഷണൽസ് ആർ ക്രിയേറ്റഡ് ബൈ ടീച്ചേഴ്സ്. ടീച്ചേഴ്സാണ് നമ്മുടെ അമൂല്യമായ സ്വത്തെന്ന് പറയുന്നത്. അപ്പോൾ ആ ടീച്ചേഴ്സ് AI എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കണം. ആ AI പഠിക്കാത്തവർ, അത് ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്നവരാകട്ടെ മറ്റേത് മേഖലയിൽ നിൽക്കാത്തവരാകട്ടെ, അവർക്ക് ജോലിയില്ലാതാവും. അല്ലാതെ ഞാനിത് ചോദിക്കാൻ കാര്യം എന്താ പറയുക, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട ഒരു വാർത്തയായിരുന്നു. 60 ലക്ഷം വാർഷിക വരുമാനം ഉണ്ടായിരുന്ന ഒരാളെ AI വന്നതോടുകൂടി പറഞ്ഞു വിട്ടപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന്. കാരണം അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചതാണ്, ഈ AI വരുന്ന ഓരോരോ മേഖലകളെ AI കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷണൽ നാളെ അധ്യാപകനാവാനായിട്ട് ഒരു റോബോട്ടിന് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാർത്ത എനിക്കൊരു പുതിയ അറിവാണ്, ഞാൻ കേട്ടില്ല. വാർത്ത ശരിയായ വാർത്തയാവാം. അത് ആ വ്യക്തി പറയാൻ പാടില്ല, മരണപ്പെട്ട വ്യക്തിയാണ്. എന്തായാലും ശരി, അദ്ദേഹം സ്കൂൾ തലം മുതൽ എവിടെ വരെ എത്തിയിട്ടുണ്ടോ, വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, അതുവരെ ഫസ്റ്റ് റാങ്ക് മാത്രം നേടിയ ആളായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ 60 ലക്ഷം രൂപ വാർഷിക വരുമാനം വാങ്ങുന്ന ഒരു നിലയിലേക്ക് ഓപ്ഷനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം AI-യുടെ മനസ്സിലാക്കി അതെങ്ങനെ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ, ഭാവി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഡൈവേർട്ടഡ് മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. മൈൻഡ് സെറ്റാണല്ല. ഇപ്പം ഞങ്ങളെ അഭിമാനത്തോടെ ഈ സന്ദർഭം വന്നുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, ഞങ്ങൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ 100% ടീച്ചേഴ്സിനും ഓഫീസ് സ്റ്റാഫിനും മുഴുവൻ പേരെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഗ്രി ഒന്നും കൊടുത്തതല്ല. അവർക്ക് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മൊബൈൽ ഉപയോഗിക്കാനായിരുന്നാലും മറ്റ് ടാബ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കാനായിട്ടുള്ള അതിനുള്ളൊരു ലിറ്ററസി വേണമല്ലോ. ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലിറ്ററസി, അതിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട വിദ്യാഭ്യാസം, ഏത് മേഖലയിലേക്ക് അവർ അധ്യാപക ജോലിയിൽ തുടർന്നാലും ഇനി മറ്റൊരു മേഖലയിലേക്ക് പോയാലും അവർ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം കീഴടക്കിയാലും അതിനകത്ത് ഇവർക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ പങ്കുവഹിക്കാൻ തക്ക തരത്തിലുള്ള കേപ്പബിലിറ്റി നമ്മുടെ ടീച്ചേഴ്സ് 100% ടീച്ചിങ് ആൻഡ് ഓഫീസ് സ്റ്റാഫ് നേടിയെടുക്കാൻ സാധിച്ചു. അത് ഞങ്ങളുടെ AI-യുടെ എക്സ്പെർട്സ് ആയ ടീച്ചേഴ്സ് ക്ലാസ് കൊടുക്കുകയും ചെയ്തു. അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്തു. ആണ്. അതിൽ അവര് പറഞ്ഞു കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും സാർ? അത് തന്നെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞതുപോലെ കോഡിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചും ഡേറ്റാ സയൻസിനെ കുറിച്ചും, അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ യഥാർത്ഥത്തിൽ മറ്റ് ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ പോലുള്ള സബ്ജക്ട്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ സയൻസ് മറ്റ് ഇതിലെല്ലാം
ഏത് രീതിയിൽ അവർക്ക് ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് അവർക്ക് പഠിക്കേണ്ടി വരും, അവർക്കത് പ്രൊഫഷണലിൽ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും. അതിന് കുട്ടികളെ എങ്ങനെ പ്രാപ്തരാക്കാം? നിങ്ങൾ ഓരോരുത്തരും സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കൊമേഴ്സ് അക്കൗണ്ട്സ് പഠിപ്പിക്കുകയാണ്. ഈ അക്കൗണ്ട്സിൽ പിന്നീട് ഈ അക്കൗണ്ടിങ് പാക്കേജസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആകാം. ഇപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ യഥാർത്ഥത്തിൽ ലെസൺ പ്ലാൻ എഴുതാം. ഈ ലെസൺ പ്ലാൻ എഴുതുന്നതെന്ന് പറയുന്നത് കുത്തിയിരുന്ന് എഴുതുകയാണ് ടീച്ചേഴ്സ്. ഈ ലെസൺ പ്ലാൻ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ എയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ പക്ഷെ അത് അതേപോലെ ആക്സിറ്റീസ് ഉപയോഗിക്കുകയല്ല, അത് അതാത് ക്ലാസ്സുകളുടെ ലെവലിൽ അവർക്ക് ഈ പ്രോംപ്റ്റ് കൊടുത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചാറ്റ് GPT കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ മെറ്റയിൽ കൊടുക്കുന്നത് പോലെ AI-യുടെ സഹായത്തോടുകൂടി നേടുന്നത് അവർക്കത് വീണ്ടും റീവർക്ക് ചെയ്യണം. ആ റീവർക്ക് ചെയ്ത് കുറെ കൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. നമ്മൾ പഴയതുപോലെ ടീച്ചേഴ്സ് ആരും ക്ലർക്കൽ വർക്കല്ല ചെയ്യുന്നത്. ഇപ്പോഴും സ്കൂളുകളിൽ ക്ലർക്കൽ വർക്ക് ചെയ്യിക്കുന്ന ചില സ്കൂളുകളുണ്ട്. ടീച്ചേഴ്സ് വന്നിരുന്ന് മുഴുവൻ ഇതിങ്ങനെ ഇരുന്ന് ലെസൺ പ്ലാൻ എഴുതുക, അല്ലെങ്കിൽ ഇതുപോലെ നോട്ട്ബുക്ക് മുഴുവൻ എഴുതുക. ഇതെല്ലാം മാറി. ഇതെല്ലാം AI ഉണ്ട്, മെറ്റയുണ്ട്, ചാറ്റ് GPT ഉണ്ട്. അതുപോലുള്ള എല്ലാ ടെക്നോളജിയും ടീച്ചേഴ്സിന് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരാം. നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിലേക്ക് ഒരു ഓൺട്രപ്രണറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ AI അറിയണം. അപ്പോൾ ഈ AI അറിഞ്ഞു കഴിഞ്ഞാൽ AI അറിയാവുന്നവർക്ക് റോബോട്ടിക്സിൻ്റെയോ മറ്റിതുപോലുള്ള ഡിവൈസോ ഉപയോഗിച്ച് നമുക്ക് നമ്മളിപ്പം കോവിഡ് സമയത്ത് കണ്ടതാണ്, മെഡിസിൻ കൊണ്ട് കൊടുക്കാനും റോബോട്ടാണ്, ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് റോബോട്ടാണ്. എല്ലാം പ്രോപ്പറായിട്ട് ചൈനയിലും മറ്റും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തും വിദേശങ്ങളിലും ഒക്കെ ചെയ്യുന്നത് കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം അതിനെ യഥാർത്ഥത്തിൽ പ്രോഗ്രാം ചെയ്യണ്ടേ? അത് പ്രോഗ്രാം ചെയ്താലല്ലേ ഇത് ചെയ്യുള്ളൂ. ആ പ്രോഗ്രാം ചെയ്യാൻ പഠിപ്പിക്കാൻ മനുഷ്യർ വേണ്ടേ? അപ്പം അധ്യാപകർ റോബോട്ടിക്സിനെ വെച്ചിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ഗുണകരമാകുന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ചെയ്യണമെങ്കിൽ അതിൽ പ്രോഗ്രാം ചെയ്യാൻ അധ്യാപകർ പഠിക്കണ്ടേ? അപ്പം അത് ആ പ്രോഗ്രാമിങ് ചെയ്യാനായിട്ട് AI യുഗത്തിലുള്ള പുതിയ സവിശേഷമായിട്ടുള്ള സമീപനത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസം, AI-യെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത നേടാത്തവർ റീപ്ലേസ്ഡ് ആവും. ഇപ്പോൾ സാറിനോട് ഞാൻ വീണ്ടും നമ്മൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ ഒരു ബിസിനസ് സാധ്യതകളാണ് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണേ. ഇപ്പോൾ വളരെ വിജയകരമായി നിരവധി സ്ഥലങ്ങളിൽ സ്കൂളുകൾ സാർ നടത്തുന്നുണ്ട്. ഇനിയൊരു അതിനകത്തൊരു ബിസിനസ് സാധ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും കണ്ടെത്തുക? അടുത്തതൊരു വിദ്യാഭ്യാസ രംഗത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത്, ഇനിയിപ്പോൾ ആ സ്വപ്നം പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഫോറിൻ യൂണിവേഴ്സിറ്റിയാണ്. വാസ്തവത്തിലെ പലരും ചോദിക്കാറുണ്ട് ഹയർ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജ്, അതൊന്നും ഒരു അർത്ഥമില്ല. ഇനി അതൊന്നും തുടങ്ങുകൊണ്ട് ഒരു കാര്യമില്ല. അതെന്താ സാർ? അല്ല, എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊന്നും ഇനി പ്രസക്തി ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടമാണ്. സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ രാജ്യത്തൊട്ടാകെ എടുത്തു കഴിഞ്ഞാൽ 55-60% എഞ്ചിനീയറിംഗ് കോളേജുകളാണ് പൂട്ടിക്കഴിഞ്ഞത്. കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് 50%-ഓളമോ അതിലധികമോ ആകാം, കൃത്യമായി എനിക്ക് അറിയില്ല. എന്നാലും എൻ്റെ ഒരു ധാരണ ഒരു അറൗണ്ട് 50% എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ പൂട്ടുന്ന ഭീഷണിയിലും പൂട്ടിക്കഴിഞ്ഞതുമായിട്ടുള്ള കണക്കെടുത്താൽ എത്രത്തോളം വരും. അതേ രീതിയിൽ തന്നെ മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വേറൊന്നുമല്ല, ഇതൊന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാതിരുന്നതാണ്, ഇനിയും സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവരൊന്നും അപ്ഡേറ്റ് ചെയ്തില്ല. കാരണം നമുക്കിവിടെ യഥാർത്ഥത്തിൽ കുറേയധികം കൺവെൻഷണൽ കോഴ്സസാണ് കേരളത്തിനകത്ത് കൊടുത്തുകൊണ്ടിരുന്നതും രാജ്യത്തിനകത്തായാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലും ഒരു കാലഘട്ടത്തിൽ 2005, 2015, 2020 ഇങ്ങനെ ഒരു 10-15 വർഷക്കാലം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടുന്നതായ മാറ്റം ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നമുക്ക് യഥാർത്ഥത്തിൽ AI-യുടെ കാലം വന്ന് ഇപ്പോഴാണെങ്കിലും പണ്ടേ തന്നെ 80കളിലാണ് യഥാർത്ഥത്തിൽ തൈവാനിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിൻലൻഡിലും ഒക്കെ നോക്കിയയുടെ ഫോൺ മാനുഫാക്ചർ ചെയ്തത്. ഇവിടെ അന്ന് എന്താണ് ചിപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിപ്സേ അറിയാവും. നമുക്ക് ഒന്നുകിൽ എന്താ മാർബിളിൽ വരെ ഉപയോഗിച്ചിരുന്ന മറ്റേ പഴയ ചിപ്സ് അറിയാം, അല്ലെങ്കിൽ ഏത്തക്ക ചിപ്സ് അറിയാം. അതല്ലാതെ വാസ്തവത്തിൽ ചിപ്പ് എന്താണ് എന്നുള്ളത് അറിയില്ല. സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് അറിയത്തില്ല. ഇലക്ട്രോണിക് IT-യിലൊക്കെ പോയി കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു എന്നല്ലാതെ അവർ പഠിച്ചത് അവർക്ക് എവിടെ ഉപയോഗിക്കാം. അവരാകെ ഏതെങ്കിലും വീടിൻ്റെ ഗേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജനലുകളോ ഒക്കെ വെൽഡ് ചെയ്യാനായിട്ട് മാത്രമാണ് ഈ വെൽഡിങ് സംഭവം ഉപയോഗിച്ചിരുന്നത്. അതല്ലാതെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ പറഞ്ഞ ടെർമിനോളജീസ് പോലും അറിയില്ല, അല്ലേ? കേട്ടിട്ടേ ഇല്ല. മാത്രമല്ല അന്നൊക്കെ ടേപ്പ് റെക്കോർഡേഴ്സോ
അല്ലെങ്കിൽ ടെലിവിഷൻസോ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻസൊക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ അറിയില്ല, ഇവിടെ പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്യാനും അറിയില്ല. ചെയ്തിരുന്നവരുണ്ട്, വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സംവിധാനം, സോഴ്സസ് മാത്രം ഉണ്ടായിരുന്നത്. അതൊക്കെ അന്നേ തന്നെ മറ്റ് ചൈനയോ അല്ലെങ്കിൽ മറ്റ് വൻകിട രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇതൊന്നും വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് അവരുടെ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ മേഖല ഇവിടെ കൊടുക്കുവാൻ നമ്മൾ ഒരുപാട് പറ്റിയിരുന്നില്ല, ഒരുപാട് പിന്നാക്കം പോയി, ഒരുപാട് പരാജയപ്പെട്ടു. അതുകൊണ്ട് കൂടിയാണ്, അല്ലാതെ കോഴ്സസ് ഡിവൈസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഉണ്ടായിരുന്ന കോഴ്സിന് തന്നെ അവർക്ക് ജോലി സാധ്യതകൾ നഷ്ടപ്പെട്ടു, നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതല്ല, അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കോളേജുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പോലും വലിയ ഭീഷണി നേരിടുകയാണ്. ഒരുപാട് കോളേജുകൾ ഈ അടുത്ത കാലത്തിൽ കഴിഞ്ഞൊരു 5-8 വർഷത്തിനകത്ത് വീണ്ടും യഥാർത്ഥത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ഈ പറഞ്ഞ പഴയ പ്രീ ഡിഗ്രി വേർപെടുത്തിയ കോളേജുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു, സ്ഥല സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ അതെല്ലാം തന്നെ ഈ അടുത്ത കാലത്ത് ഒരു 10 വർഷത്തിനകത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ തുടങ്ങി. അവയിൽ പലതും ഇന്ന് വലിയ ഭീഷണി നേരിടുകയാണ്. ഈ അടുത്ത കാലത്ത് പുതുതായിട്ട് ആരംഭിച്ച കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകൾ, അത് ഭീഷണി നേരിടുകയാണ്. കാരണം പ്രധാന കാരണം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് ആധുനികമായിട്ടുള്ള സിലബസുകൾ വരുന്നില്ല. നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ മാരിടൈം ഇൻഡസ്ട്രി നമുക്ക് യഥാർത്ഥത്തിൽ വിഴിഞ്ഞ ഹാർബർ വന്നു, ഇവിടെ കൊച്ചി ഹാർബർ നേരത്തെ തന്നെ ഉണ്ട്. ഇതുപോലുള്ള ഹാർബർ നമുക്ക് യഥാർത്ഥത്തിൽ കടൽ തീരെ എത്രത്തോളം ഉണ്ട്, ഫിഷിംഗ് തന്നെ എത്രത്തോളം, ഫിഷറീസിൻ്റെ തന്നെ എന്തെല്ലാം സാധ്യതകളുണ്ട്, ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള തൊഴിൽ മേഖലകളും സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ഒരു ആശയം മനസ്സിൽ പണ്ട് മുതലേ ഉള്ളതാണ് എൻ്റെ ഇതിൽ. ബിക്കോസ് മറ്റൊന്നുകൊണ്ടല്ല, MIT-യോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡോ കേംബ്രിഡ്ജോ ഹാർവാർഡോ അതുപോലുള്ള യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കുന്ന സിലബസിന് എന്നും വാല്യൂ ഉണ്ട്. അത്തരം സിലബസ് ഉള്ള ഒരു കോളേജിൻ്റെ, ഒരു യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ നമുക്ക് കേരളത്തിൽ നടത്താൻ അനുവാദം കിട്ടിയാൽ, അത് തുടങ്ങിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ കുട്ടികൾ പുറത്തോട്ട് പോകില്ല. നമ്മൾ ബ്രെയിനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് 10-40 വർഷവും 10-20 വർഷമാവും. ബ്രെയിൻ എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ചിലർക്ക് അറിയ പോലും ഇല്ല എന്താണെന്ന്. നമുക്ക് ഇവിടെ നിന്നുള്ള നല്ല ബ്രെയിനാണ്, ക്രീമാണ് നമ്മുടെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇങ്ങനെ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ പറയാം. നമ്മൾ യഥാർത്ഥത്തിൽ ഇറക്കുമതിയാണ് ഒരുപാട്, നമ്മുടെ ഇവിടുത്തെ ഉപഭോഗവസ്തുക്കൾക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് മുഴുവൻ, നമ്മുടെ പുതിയ തലമുറ, യുവതലമുറ, നമ്മുടെ ഏറ്റവും നല്ല ക്രീം, ആ ക്രീമാണ് നാസ അവിടെ ഇരുന്ന് യഥാർത്ഥത്തിൽ റോക്കറ്റുകൾ വിക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ളതെല്ലാം നമ്മുടെ ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുൾപ്പെടെ, തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടിയ ക്രീമായിട്ടുള്ളവർ പോയിട്ടാണ് ഏറ്റവും നല്ല ബുർജ് ഖലീഫ പോലുള്ള ഉന്നത കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ നല്ല എൻജിനീയറിംഗ് ബ്രെയിൻ നമ്മുടേതാണ്, നല്ല ഡോക്ടേഴ്സ് നമ്മുടേതാണ്, നല്ല സയൻറ്റിസ്റ്റ് മുഴുവൻ നമ്മുടേതാണ്. അപ്പം അതെല്ലാം നമ്മൾ കൊടുത്തു. അവർ അവിടെ പോയി അതിനനുസരിച്ചുള്ള ടെക്നോളജി അവിടെ വിദേശ രാജ്യങ്ങളുടെ യൂണിവേഴ്സിറ്റികളിലും മറ്റും പോയി ആർജിച്ചെടുത്തു. വിദ്യാഭ്യാസം, അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് നേടി. ഇവിടെ നിന്ന് MBBS പഠിച്ച് അവിടെ പോയിട്ട് അടുത്ത ഹയർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, FACS പോലുള്ള സർജറിയിലോ അല്ലെങ്കിൽ മെഡിസിനിലോ എല്ലാ ഫീൽഡിലേക്കും അവർ സ്പെഷ്യലൈസേഷൻ അവർ നേടുകയാണ്. അവരെയാണ് പിന്നെ റിട്ടയർ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കിവിടെ സ്കോപ്പ് ഉള്ളതുകൊണ്ട്, ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയ്ക്കുമാണ് എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും സ്കോപ്പ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും എൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എനിക്ക് പല രംഗത്തും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പലതും ചെയ്തേക്കാം. അതിനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ സാർ നടത്തി തുടങ്ങി? ഇപ്പം ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫോറിൻ യൂണിവേഴ്സിറ്റി ഒരുപക്ഷെ എന്നെ തേടി ഇതിനോടകം തന്നെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, ദുബായിൽ നിന്നുമൊക്കെ യൂണിവേഴ്സിറ്റികളുടെ ഭാഗമാകാൻ, അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആകാനായിട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള
നമുക്ക് ഇവിടെയൊക്കെ അതിനെ അർത്ഥത്തിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. എനിക്ക് ദുബായിൽ പോയി സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സിംഗപ്പൂർ പോയി സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അമേരിക്കയിലോ മറ്റൊരു പോയി സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത് വരണം. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ അതിനുള്ളൊരു സാഹചര്യം തുറന്നു കൊണ്ടുവന്നെങ്കിലും വീണ്ടും അത് അടഞ്ഞുപോയി. വീണ്ടും റീഓപ്പൺ ചെയ്യും, ഒരു സംശയമില്ല. അങ്ങനെ വന്നാൽ കേരളത്തിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസീസ് ഇപ്പോൾ ഗുജറാത്തിലും മധ്യപ്രദേശിലും UP-യിലും ഒക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമാകുമായിരിക്കാം. ആണല്ലേ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കടലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാടില്ലേ. പിന്നെ എയുടെ വരുമ്പോഴേക്കും നമുക്ക് സാധ്യതകൾ അനന്തമാണ് അല്ലെ? ജോലി പോകുന്നു എന്നുള്ള പേടിയുടെ ഒപ്പം തന്നെ സാധ്യതകൾ അനന്തമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ പേടിയില്ല. വാസ്തവത്തിൽ ഞങ്ങളെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് കോളേജ് വിദ്യാഭ്യാസം 70-80 സ്കൂൾ വിദ്യാഭ്യാസം 70-കളിലും 80-കളിലും ഒക്കെ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? ഇവിടെ ഒരു 2, 3, 4 PG കൊണ്ട് നടക്കുന്നു, ജോലിയില്ലല്ലോ എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും വേണ്ട, ഗ്രാജുവേഷൻ പോലും വേണ്ട. +2 നല്ല രീതിയിൽ പാസ്സായി കഴിഞ്ഞാൽ തന്നെ ജോലിയുണ്ട്. ശരിയാണ്. ചെറിയ കുട്ടികൾ തന്നെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന എത്ര കുട്ടികളുടെ വാർത്തകൾ നമ്മൾ കാണുന്നു. കുട്ടികളുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം എവിടെ വരെ എത്രത്തോളം നേടുന്നുള്ളതല്ല, നേടുന്നതിൽ നിന്ന് എത്രത്തോളം ആർജിക്കുന്നു, അതിൽ നിന്ന് എത്രത്തോളം സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നു, ആ രീതിയിലാണ് മക്കളെ യഥാർത്ഥ രക്ഷകർത്താക്കൾ വളർത്തിയെടുക്കേണ്ടത്. അല്ലാതെ രക്ഷകർത്താക്കൾക്ക് നേടാൻ കഴിയാത്ത കുറേയധികം ക്വാളിഫിക്കേഷൻസ്, പ്രൊഫഷണൽ ഡിഗ്രികളും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. കുഞ്ഞുങ്ങൾ നേടിയ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന +2 വിദ്യാഭ്യാസം മതി. ആ +2 വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു 18 വയസ്സാകുമ്പോൾ അവർ ഏൺ ചെയ്യാൻ തുടങ്ങട്ടെ. അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് ഇപ്പോൾ ആരും വിവാഹം കഴിക്കുന്നില്ല, അതൊക്കെ മാറും. എല്ലാവരും നേരത്തെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യവും വരും. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഏണിങ് കിട്ടിയാലേ വിവാഹം കഴിക്കുള്ളൂ. ഇപ്പോൾ ആരും വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അവർ ഏണിംഗ് മെമ്പേഴ്സ് ആകുന്നില്ല. അവർ അച്ഛനെയും അമ്മയെ ആശ്രയിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മറ്റു ചേച്ചിമാരെയും ചേട്ടന്മാരെയും ബന്ധുക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു. അവർക്ക് സ്വന്തമായിട്ട് 18 20 വയസ്സിനകത്ത് ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ 22 വയസ്സിൽ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ 25 വയസ്സിൽ കല്യാണം കഴിക്കും. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവണം. സ്വന്തമായിട്ട് വെറുതെ വരുമാനം ഉണ്ടായ പോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, ഒരു സാമ്പത്തിക അടിത്തറ വേണം, സാമ്പത്തികമായിട്ടുള്ളൊരു ബേസ് വേണം. അതുണ്ടാക്കി എടുക്കാനായിട്ട് വേണം മക്കളെ വിദ്യാഭ്യാസം നൽകേണ്ടത്. അല്ലാതെ എല്ലാ കാലവും ഇങ്ങനെ പഠിച്ച് ഡോക്ടറേറ്റും നേടി, ഡബിൾ ഡോക്ടറേറ്റ്, ട്രിപ്പിൾ ഡോക്ടറേറ്റും നേടി ജീവിതത്തിൽ ഒരു ഉപകാരം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. സത്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ മാഡം സൂചിപ്പിച്ചില്ലേ 60 ലക്ഷം വരുമാനമുള്ള ഒരാൾ ആത്മഹത്യ എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും ഇങ്ങനെ വിദ്യാഭ്യാസം നേടാനും വരുമാനം ഉണ്ടാക്കാനും മാത്രമേ പഠിച്ചുള്ളൂ. സമൂഹത്തിനോട് കടപ്പാട് ഉണ്ടാകേണ്ട രീതിയിൽ അതിനെന്തെല്ലാം പുതിയ മേഖലകൾ ഉണ്ടാകും. ആ പുതിയ മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഒന്നിനും ഉറച്ചു നിൽക്കത്തില്ല ഇപ്പോഴത്തെ തലമുറ. രക്ഷകർത്താക്കൾ എങ്ങനെ വളർത്തിയാലും ഒരു 5 വർഷത്തിൽ കൂടുതൽ ഏത് ജോലിയിൽ കയറിയാലും, IBSc കിട്ടിയാലും TCSc കിട്ടിയാലും, ഏത് മൾട്ടിനാഷണൽ കമ്പനി ഇൻഫോസിസ് കിട്ടിയാലും, ഏത് മൾട്ടിനാഷണൽ കമ്പനി കിട്ടിയാലും 2, 3, 4 ഏറിയാൽ 5 വർഷമേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി. നമ്മൾ തുടങ്ങിയത് വിദ്യാഭ്യാസത്തിലെ ഒരു ബിസിനസ് സാധ്യതകളെ കുറിച്ചാണ്. അവിടെ നിന്ന് നമ്മൾ ഒരുപാട് സംസാരിച്ചു, AI-യുടെ കടന്നുവരവിനെ കുറിച്ച് സംസാരിച്ചു, അതിനിടയിൽ കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ ഒരു ആഴത്തിലും പരപ്പിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പോയി. അത്രയും നേരം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗാഢമായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ഉത്തരങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് വെക്കുകയും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കഴിവ് തന്നെയാണ്. അപ്പോൾ അത്തരം രീതികളിൽ ഇതിന് ഉത്തരം പറയാൻ പറ്റുക എന്ന് പറയുന്ന സാറിന് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ചിന്തകൾ എപ്പോഴും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും പ്രൊഫഷണൽ പുതിയ മേഖലകളെ കുറിച്ചും ഈ പറഞ്ഞ AI വരുമ്പോൾ AI-യുടെ സാധ്യതകൾ, അത് അല്ലെങ്കിൽ ഇതുപോലെ ടെക്നോളജി വരുമ്പോൾ ആ ഓരോ ടെക്നോളജി സാധ്യതകൾ. ഞാൻ വിഴിഞ്ഞ ഹാർബറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോഴേക്കും ബ്ലൂ എക്കോണമിയുടെ സാധ്യതകൾ, നമുക്ക് ഇത്രയും കടൽ തീരമുള്ള നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് അതിനെ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും. വിഴിഞ്ഞം പദ്ധതി വരുമ്പോഴേക്കും ഇത്രമാത്രം അനുബന്ധമായിട്ടുള്ള മറ്റ് ബിസിനസ്സുകൾ കിട്ടും. വെറുതെ ഇപ്പം യഥാർത്ഥത്തിൽ എന്താ ഷിപ്പിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് അനുബന്ധമായിട്ടുള്ള തൊഴിൽ മേഖലകൾ മാത്രമല്ല ലോജിസ്റ്റിക്സ് മാത്രമല്ല, ലോജിസ്റ്റിക്സ് ഒരു വലിയ മേഖലയാണ്. അതല്ലാതെ വേറെ ഒരുപാട് മേഖലകളുണ്ടല്ലോ. ഇപ്പം നല്ലൊരു ഹോട്ടൽ നടത്തിയാൽ തന്നെ, നല്ലൊരു ഷെഫായാൽ തന്നെ
അതെ, ഏറ്റവും വലിയ വരുമാനം അവർക്കാണ്. സത്യമാണ്. അതെ. അപ്പം അങ്ങനെയുള്ള മേഖലകൾ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് രക്ഷകർത്താക്കൾ വിടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ മേഖലകളെ കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ടുണ്ട്. സ്കോപ്പിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കും. ആണ്. അപ്പോൾ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ഇത്തരം എപ്പിസോഡുകൾ കാണാനുള്ളൊരു സാധ്യത ഉണ്ടാകട്ടെ, കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അവർ ആലോചിച്ച് തുടങ്ങട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് സാർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.